ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് സാരി ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ പഠിച്ചാലോ. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ എങ്ങനെയാണ് സാരി ബോക്സ് പ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇത് ബ്രൈഡ്സിന് വേണ്ടിയിട്ട് സാരി ബോക്സ് പ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ അല്ലാതെ നമുക്ക് എല്ലാവർക്കും എപ്പോൾ സാരി ബോക്സ് പ്ലീറ്റ് ചെയ്യാൻ എപ്പോൾ സാരി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന അപ്പം നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ബോക്സ് പ്ലീറ്റ് ചെയ്യാനുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ സാരി ഫുൾ നീറ്റായിട്ട് അയൺ ചെയ്തിട്ടുണ്ടാവണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കാം. മെഷർമെൻറ്റ് ടേപ്പ് ഒന്നും വേണ്ട, നമുക്ക് അല്ലാണ്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സാരീൻ്റെ പല്ലു ഭാഗം എടുക്കാം. പല്ലു ഭാഗം എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണമെന്ന് നോക്കാം. പല്ലുവിൻ്റെ ലെങ്ത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് നമ്മുടെ ഷോൾഡറിൽ കറക്റ്റ് നോക്കിയിട്ട് പിന്ന് കുത്താം. ഒരു പിന്ന് കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പല്ലുവിൻ്റെ ലെങ്ത് നോക്കിയത് ആ സൂചി അളവ് കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തോളത്തിടാം. ആ സൂചിയുടെ ഭാഗം നമുക്ക് കറക്റ്റ് ഷോൾഡറിലായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കുകയാണേ. ഈ ഒരു ഭാഗം നമ്മൾ ചുറ്റി എടുക്കൂലോ. നമ്മുടെ സാരി ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഭാഗമില്ലേ, ഈ ഒരു അറ്റം വരെ ഇതിങ്ങനെ വളച്ച് കൊണ്ടുവരാം. അവിടെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ഈ സാരിനെ ഒന്ന് ഇതുപോലെ മറച്ചെടുക്കാം. തിരിച്ച് അവിടെ നിന്ന് സാരി ഇതുപോലെ ടൈറ്റാക്കി പിടിച്ചിട്ട് ആ സാരിനെ നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഇവിടെ വെച്ചിട്ട് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. ഇനി നമ്മൾ ഉള്ളിലേക്ക് ടക്കിങ് ചെയ്യുന്ന സാരിയുടെ ആ അറ്റം ഭാഗം അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യില്ലേ, അതിൻ്റെ മിഡിലായിട്ട് നമുക്ക് പിന്ന് കുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ കുത്തിയ പിന്നും നമ്മൾ നേരത്തെ ബോഡി ഫുൾ റൗണ്ട് എടുത്തിട്ടുള്ള പിന്നും ഇല്ലേ, ഈ രണ്ട് പിന്നിൻ്റെ ഇടയിലാണ് നമ്മൾ താഴേക്കുള്ള പ്ലീറ്റ്സ് എടുക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ കുറേ പ്ലീറ്റ്സ് കിട്ടും. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് ടേബിളിൽ ഇട്ടിട്ട് പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാവല്ലോ പ്ലീറ്റ്സ് ഇരിക്കുന്നുണ്ടാവുക. ഇതിൽ ഓരോ പ്ലീറ്റ്സും ചെറിയ ഡിസ്റ്റൻസിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കാം. സാരിയുടെ മറ്റേ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓരോ പ്ലീറ്റ്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. കറക്റ്റായിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്കത് ഈ ഒരു ഭാഗത്തായിട്ട് പിന്നു കുത്തി കൊടുക്കാം. ഇനി നമുക്ക് മുന്താണിയുടെ ഭാഗത്ത് പ്ലീറ്റ്സ് എടുക്കാം. അപ്പം ഞാനിവിടെ അയൺ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുക്കുന്ന രീതിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് പല്ലു പ്ലീറ്റ്സ് എടുക്കാവുന്നതാണ്. പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമുക്ക് പിന്നു കുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടേബിളിൽ ഇതുപോലെ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിൻ കുത്തിയ ഭാഗത്ത് ക്ലിപ്പ് ചെയ്യണമെങ്കിൽ ക്ലിപ്പ് ചെയ്യാം. ചെസ്റ്റിൻ്റെ ഭാഗത്ത് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് അയൺ ചെയ്യുന്ന പോലെ ശരിയാക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്യുക. ഇനി നമ്മൾ ആ ചെസ്റ്റിൻ്റെ ഭാഗത്തെ പ്ലീറ്റ്സ് ഒന്നും തെറ്റിപ്പോവാതെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് സാരീനെ ഇതുപോലെ വലിച്ചിടാം. ഇനി ബാക്കിയുള്ള പ്ലീറ്റ്സും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് കുറച്ചും കൂടെ ഡിസ്റ്റൻസിലാക്കി കുറച്ചും കൂടെ വീതി കൂട്ടി പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്തതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടിഭാഗത്തേക്ക് ചെയ്യണ്ട. അപ്പോൾ ചെസ്റ്റിൻ്റെ ഭാഗത്തെ പ്ലീറ്റ്സ് ഓക്കെ ആയിട്ടുണ്ട്. നല്ല ഭാഗം സാരിയുടെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇപ്പൊ കാണുന്നത് സാരിയുടെ വേണ്ടാത്ത ഭാഗം കേട്ടോ, സാരിയുടെ ഉൾഭാഗമാണ്. ഇനി നമ്മുടെ ഈ ഒരു ഇവിടെ കുത്തുന്ന പ്ലീറ്റ്സ്, ആ പ്ലീറ്റ്സ് ആണ്. അത് നമുക്ക് തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ച് അതും വേണ്ടാത്ത ഭാഗമാണ് ഇങ്ങോട്ടേക്ക് ഇടുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സാരിയുടെ ബാക്ക് സൈഡാണ് നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വീണ് എടുക്കുന്ന സാരിയില്ലേ, ആ തലഭാഗം നമ്മൾ ഇതുപോലെ എടുത്തൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം മടക്കിയ ഭാഗത്ത് ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിൽ നമ്മൾ ഇട്ടിട്ടുള്ള ആ ചെസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ, അത് ഈ ഒരു സൈഡിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ബോക്സ് എത്ര വലിപ്പം വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ആ ബോക്സ് എത്രത്തോളം വലിപ്പം വരും അതിനനുസരിച്ച് നമ്മുടെ ആ ചെസ്റ്റ് പ്ലേറ്റിൻ്റെ അളവ് ജസ്റ്റ് നോക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ വലിച്ചിടാം.
ഇനി നമുക്ക് അടിയിലേക്ക് വരുന്ന ഈ പ്ലീറ്റ്സ് ഒക്കെ കൈകൊണ്ടൊന്ന് അറേഞ്ച് ചെയ്ത് ചുളിവില്ലാത്ത രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തെ സാരി ഉണ്ടല്ലോ, ആ തല പരമാവധി ചുളിവ് വരാത്ത രീതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. അങ്ങനെ മടക്കിയതിന് ശേഷം പിന്നെ ബാക്കി വരുന്ന സാരി ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പുറത്തെ സൈഡ് കണ്ടാൽ അറിയാൻ കുറച്ചും കൂടെ നീളമുണ്ട്, അപ്പോൾ അവിടെ നിന്നും അതിനനുസരിച്ച് മടക്കി കൊണ്ടുവരാം. ഇനി ആ ബോക്സ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ആ പ്ലീറ്റ് ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മുടെ ആ പല്ലു പ്ലീറ്റ് നല്ല രീതിയിൽ ഒന്ന് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഈ മുന്താണിയുടെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ അറ്റം ഭാഗം ഉണ്ടല്ലോ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ ബോക്സ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്.